അമ്മ എവിടെ കാണാനില്ലല്ലോ? ഇന്ന് എന്താ ഭക്ഷണമൊക്കെ കഴിച്ചാ? കഴിച്ച്. എന്താ കറി? കറി ഉണ്ണിമേരി കറി വെച്ച്. ഉണ്ണിമേരിയോ? അയ്യോ, അമ്മേ നമസ്കാരം. മനസ്സിലായോ? അമ്മ പിന്നെ പ്രദീപിന്റെ മകൻ അല്ലേ? അത് ഞാൻ മകനാണ്, ഇളയ മകനാണ്. ഓക്കെ. ആള് ഭാര്യയാണ് അല്ലേ? അമ്മച്ചി പേരെന്താ? ലത. ഉറങ്ങായിരുന്നോ? അയ്യോ സോറിട്ടാ, ഞാൻ നേരത്തെ വിളിച്ചു കിട്ടിയില്ല. പിന്നെ ഞാൻ ഒരു മീറ്റിംഗിൽ കയറിയപ്പോ മറന്നുപോയി. ഇതാരാ? ബ്രദറാണ് അല്ലേ? കറണ്ട് വന്നു. അതെന്താന്നറിയാ, നല്ല ആൾക്കാര് വരുമ്പോ കറണ്ടും വരും. ഞാൻ വന്ന വഴിക്ക് കണ്ടില്ല, എന്റെ പടം കണ്ടപ്പോഴേക്കും കറണ്ട് തിരിച്ചു വന്ന്. മെഴുതിരി കത്തിക്കേണ്ടി വന്നില്ലേ അല്ലേ? എന്തിനാ, ഞാൻ തന്നെ ഒരു പ്രകാശമല്ലേ, കണ്ടില്ലേ, വെള്ള പ്രകാശമാണ്. പിന്നെ എന്ത് ചെയ്യുന്ന? ഞാന് അലൂമിനിയം ഫാബ്രിക്കേഷൻ ആണ്. ശരി. ഫാദർ ഇതാണല്ലോ അല്ലേ? ഫാദർ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്, അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു എന്നല്ലേ? ആള് ഭയങ്കര നല്ല അറിവുള്ള മനുഷ്യനാണ്. ബ്രദർ എന്ത് ചെയ്യുന്ന? ബ്രദർ വെൽഡിങ്ങിന്റെ പണിയാണ്. അപ്പൊ ഒരു സന്തോഷ വാർത്ത പറയാനാണ്. ബോച്ചേട്ടി വാങ്ങിയിരുന്നോ? എങ്ങനെയാ വാങ്ങിയേ? അച്ഛൻ അതിന്റെ സെയിലും ഉണ്ട്, മേടിക്കുന്നു, ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആള് വിൽക്കുന്നുണ്ട് അല്ലേ? ശരി. അപ്പൊ ആള് എന്തൊക്കെ പണി? സെക്യൂരിറ്റി പണി, ബോച്ചേട്ടി വിൽപ്പന. ജീവിക്കണ്ടേ, ജീവിച്ചു പോണ്ടേ. ശരി. ഓക്കെ. എങ്ങനെ സെയിലൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. എവിടെ വെക്കണ ആള്? നടന്നു വെക്കാണോ? ഇപ്പം നമ്മള് കസ്റ്റമേഴ്സിന്റെ അടുക്ക കൊണ്ടുപോയി വിൽക്കുവാണ്. ഷോപ്പൊക്കെ എടുത്ത് ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഷോപ്പൊക്കെ എടുക്കുന്നുള്ളൂ അല്ലേ? എന്തായാലും അച്ഛൻ നല്ല കഴിവുള്ള മനുഷ്യനാണ്. കാരണം സെക്യൂരിറ്റി പണിയും ചായ വിൽപ്പനയും, പിന്നെ ഞാൻ സംസാരിച്ചപ്പോ ആള് ഒരുപാട് കവിതയും ഒരുപാട് കാര്യങ്ങളും, വലിയൊരു നോളജബിൾ പേഴ്സണാ. എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി പുള്ളിയോട്. കടങ്ങള് വീട്ടാൻ ബോച്ചേട്ടി നന്നായി ചെയ്തോളൂ. നന്നായി ചെയ്താ നല്ല കാശ് കിട്ടും. ബോച്ചേട്ടിയെ കുറിച്ചിട്ട് കുപ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറെ. ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി എടുത്തിട്ട് മാസം 50,000-ൽ കൂടുതൽ വരുമാനം കിട്ടിയ വ്യക്തി പറഞ്ഞത് ഒരു വീഡിയോയില്, എനിക്ക് ദിവസം 150 റുപ്യ കിട്ടണുള്ളൂ എന്ന്. എന്നിട്ട് എന്നിപ്പോ വിളിച്ച് അതിന്റെ ബില്ലൊക്കെ എടുത്ത് നോക്കുമ്പോ 50,000 കിട്ടുന്നുണ്ട്. വിളിച്ചപ്പോ പറഞ്ഞത് അത് മഴയുള്ള ദിവസം സെയില് കുറഞ്ഞു, ആ ദിവസത്തെ സെയിലാ പറഞ്ഞത്. സാറിനെ കാണാൻ വേണ്ടി നമ്മള് മോശറയിലൊക്കെ വന്നിരുന്നു, പലവട്ടം ശ്രമിച്ചിരുന്നു. അതെയോ? കളക്ഷന് വേണ്ടി, മലപ്പുറത്തുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി, സൗദിയിലുള്ള. ശരി. കാണാൻ വേണ്ടി നമ്മൾ ദൂരെ കാണാനല്ല. അന്ന് ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് തെണ്ടി നടക്കായിരുന്നല്ലോ പാത്രം പിടിച്ചിട്ട്, നമ്മുടെ അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട്. അപ്പൊ ആ തിരക്കിലായി പോയത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ കൈ കാണിച്ചു പോയിന്നല്ലാതെ എല്ലാവരുമായിട്ട് സംസാരിക്കാനും പറ്റിയില്ല. ഒരു തിരക്കിലായിരുന്നു. ഇപ്പോഴാണ് സമയം. പ്രതീക്ഷിക്കാതെ എന്റെ നിങ്ങളുടെ ഭാഗ്യമൊക്കെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഓച്ചിറ കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇവിടെ കാണാം. സ്ഥലം ഏതാണ്? കൊല്ലമാണോ? കൊല്ലമല്ല, ആലപ്പുഴയാണ്. ഞാന് ആലപ്പുഴയും കൊല്ലമൊക്കെ വരുന്നുണ്ട്. അവിടെ ഒരു വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട അതിനായിട്ട് വരുന്നുണ്ട്. അവിടെ ആ വഴിയിൽ വരുമ്പോ കാണാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ബോച്ചേട്ടി ലക്കി ഡ്രോയിലൂടെ നിങ്ങൾക്കൊരു കാറ് അടിച്ചിരിക്കുകയാണ്. എന്താ കാറിന്റെ പേര്? എസ്റ്റർ. ഹുണ്ടായി എസ്റ്റർ. അതാണ്. കാർ ഓടിക്കാൻ അറിയോ? അത്യാവശ്യമാകുമ്പോ കൊണ്ടിരിക്കല്ലേ. എനിവേ, കാറുണ്ടാവുമ്പോ പെട്ടെന്ന് പഠിക്കും. കാറ് കൊടുക്കാൻ നോക്കട്ടെ പറ്റുമോന്നുള്ളത്. അല്ലെങ്കിൽ ഞങ്ങളുള്ള സ്ഥലത്തേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നീ അല്ല ആ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നെ കാത്തിരുന്ന സമയം നീണ്ടു പോകും. അപ്പോഴേക്കും ഉണ്ടായിട്ട് അടുത്ത മോഡൽ ഇറങ്ങും. ഞാൻ നോക്കട്ടെ. നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ നേരിട്ട് തരാൻ നോക്കാം കേട്ടോ. നമുക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, സാറിനെ കാണാമല്ലോ. കാണാൻ വേണ്ടി നമ്മളെല്ലാരും ഭയങ്കര
സാറല്ല, ബോച്ചയാണ്. ബോച്ചെ. ഓക്കെ. അമ്മ എവിടെ? കാണാനില്ലല്ലോ. അമ്മ എവിടെ ഉണ്ട്? എന്താ, സുഖാണോ? സുഖം തന്നെ. ഇന്ന് എന്താ ഭക്ഷണമൊക്കെ കഴിച്ചാ? കഴിച്ച്. എന്താ കറി? കറി ഉണ്ണിമേരി കറി വെച്ച്. ഉണ്ണിമേരിയോ? അയ്യോ, അങ്ങനെ ഒരു കറി ഉണ്ടോ, ഉണ്ണിമേരി? ഉണ്ണിമേരി ചുമന്ന പോലെ. ഒരു ചുമന്ന മറ്റേ ഉദ്ഘാടനത്തിന് വന്ന ചുമന്ന പോലെ തന്നെ ഉണ്ണിമേരി പറഞ്ഞ മീന്. ഉണ്ണിമേരി ഒരു നടിയുടെ പേരല്ലേ? അത് ശരി. എന്നാ ഇനി വരുമ്പോ ആ കറി എനിക്ക് തരണേ. എനിക്ക് ആ പേര് കേട്ടിട്ട് തിന്നാൻ തോന്നുന്നുണ്ട്. ഉണ്ണിമേരി ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. അറിയിച്ചിട്ട് വന്നാൽ മതി. എന്തായാലും വന്നിട്ടുള്ള കാര്യമുള്ളൂ. ആ വഴിക്ക് ഉണ്ണിമേരീനെ കഴിച്ചിട്ടുള്ള കാര്യമുള്ളൂ. ഞാനിത് ആദ്യമായിട്ട് കേൾക്കണം, ഉണ്ണിമേരി എന്ന് പറഞ്ഞൊരു കറി ഇട്ടെന്ന്. പിന്നെന്താ, ചോറിന്റെ ഒപ്പം ചോറാണോ കഴിക്കുക? രാത്രി ചപ്പാത്തിയാണോ? ചോറാണ്. ഓക്കെ. ചോറ് ഒരു നേരം കഴിച്ചാൽ മതി ഉച്ചക്ക്. അപ്പൊ അമ്മച്ചിക്ക് എത്ര വയസ്സായി? എനിക്ക് 53 വയസ്സ്. 53. ഇത് പ്രായം ഇച്ചിരി കൂടുതൽ തോന്നി. ഈ ഉടുപ്പിട്ടിട്ട് ഇതെന്താ ഉടുപ്പാണോ? നൈറ്റി ആണല്ലേ? അതാണ്. അപ്പൊ ശരി, ഈ രാത്രി ഇനി ഓൾറെഡി ലേറ്റ് ആയില്ലേ? ഞാൻ കത്തി വെച്ചിട്ട് നിങ്ങളുടെ ഉറക്കം കളയുന്നില്ല. അപ്പൊ ഇവിടുന്ന് ബന്ധപ്പെടും കേട്ടാ. അപ്പൊ നിങ്ങൾ ഇന്നലെയും ഞാൻ ഇന്ന് 2 ദിവസം വിളിച്ചിട്ടാ ഫോണൊക്കെ കിട്ടുന്നത്. അപ്പൊ ഒന്ന് ഫോൺ എടുത്തോളാം. കാറ് ഓടിക്കണ്ടേ നമുക്ക്? പല നേരത്താണ്. ഇനി ഈ പറഞ്ഞ പോലെ തിരക്ക് പല കാര്യങ്ങളല്ലേ. അപ്പൊ അതിനിടയ്ക്ക് പിന്നെ വേറെ ആൾക്കാരെ ചെയ്യാറ്. ഇടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ചെയ്യാം. കാരണം എന്നെ കാണാത്തോണ്ട് പലരും ചോദിക്കുന്നത് സമ്മാനം ഒന്നും കൊടുക്കണില്ലേന്ന് ചോദിക്കുന്നത്. കാരണം എന്നും ഞാനേ വരാറ്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് തിരക്കും മടിയായിട്ട് കൊണ്ട് 1.5 മാസം ഞാനല്ല കൊടുത്തത്. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഞാൻ വരണം എന്ന് പറയുന്നു എല്ലാവരും. പിന്നെ കിട്ടുന്നവർക്കും നമ്മള് വഴി ഡിക്ലെയർ ചെയ്യാനും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാനൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറയാറുണ്ട്. കഴിയാവുന്ന ശ്രമിക്കാം. അതെ. നമുക്ക് ഇഷ്ടമാണ് ആൾക്കാരെ പരിചയപ്പെടാനും ബന്ധപ്പെടാനും ഒക്കെ ഒരു സന്തോഷമാണല്ലോ. ഇതൊക്കെ അല്ലേ ജീവിച്ചിരിക്കുമ്പോ ഉള്ളൂ നമ്മള്. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ താങ്ക് യു. കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. Love you everybody. You're on Boche.